ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും പുതിയ മുടി കിളുക്കാനും മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും 2 ആഴ്ച കൂടുമ്പോൾ ഉപയോഗിക്കണം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന കറിവേപ്പിലയാണ്. ഒരു പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കട്ടെ ഇലകളൊക്കെ എടുക്കുമ്പോൾ. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. മൈലാഞ്ചി ഇല മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ കറിവേപ്പില അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടി അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് പനിക്കൂർക്ക ഇലയാണ്. മുടിക്ക് കറുപ്പ് കിട്ടാൻ മാത്രമല്ല, കഫക്കെട്ടിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മെയിനായിട്ട് വേണ്ടത് കൊച്ചുള്ളിയാണ്. 3 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളയുന്നില്ല, നന്നായി കഴുകിയെടുക്കുക. ഇനിയിപ്പോൾ 1 സ്പൂൺ അളവിൽ കരിഞ്ജീരകമാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ വെള്ളം ഉപയോഗിച്ചല്ല അരച്ചെടുക്കുന്നത്. കുറച്ച് കഞ്ഞിവെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു കൂട്ടം കൂടി ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ലെന്നോളെ. നമ്മൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ട് കഴുകിയെടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. കൊച്ചുള്ളിയൊക്കെ ആണെങ്കിൽ ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ഇടുന്നത്. തൊലി കളയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. മുടി നരയ്ക്കുന്ന തടയാനും നരച്ച മുടി കറക്കാനും ഒക്കെ ഒരു ഹെയർ പാക്ക് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ടാണെങ്കിൽ ഇത് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് നീലാമരിയുടെ പൊടിയാണ്. നീലാമരിയുടെ ഇലകളുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് പൊടിച്ച് സൂക്ഷിച്ചിരിക്കുന്ന നീലാമരിയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ മുടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ കുറേശ്ശായിട്ടൊന്ന് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയോട്ടിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. തലയോട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടി ഒന്ന് കെട്ടി വെക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 1 hour വെയിറ്റ് ചെയ്യുക. ഒട്ടും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ധാരാളം വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ, സീ യു.